ഹലോ, വിക്കീസ് ഹോം ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തമ്പനയിൽ കണ്ടതുപോലെ തന്നെ റോസിൻ്റെ എക്സ്ട്രാക്റ്റ് വെച്ചിട്ട് ട്രാൻസ്പെറൻ്റ് ആയിട്ടൊരു ജെല്ലാണ് ഇന്ന് ചെയ്യുന്നത്. നിങ്ങൾക്കിപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അറിയാം, നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് കടകളിൽ നിന്നും മേടിക്കുന്നത് പോലെ തന്നെയാണ് നമുക്ക് ഈ ജെല്ല് കിട്ടിയിട്ടുള്ളത്. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, ജെല്ല് നമ്മൾ സ്കിന്ന് ഡ്രൈ ആവാതിരിക്കാനൊക്കെ ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. അതുമാത്രമല്ല, സോപ്പ് ഉണ്ടാക്കാനായാലും ഷാംപൂ, ഫേസ് വാഷ് എന്തുണ്ടാക്കാനായാലും അതിലേക്ക് നമുക്ക് അലോവേരയുടെ ജെല്ല് ചേർത്ത് കൊടുക്കുന്നത് പോലെ തന്നെ റോസിൻ്റെ ജെല്ലും ചേർത്തിട്ട് ചെയ്യാവുന്നതാണ്. ഇനി ഈ ജെല്ല് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് കാണാം. അതിനു മുമ്പ് നിങ്ങൾ എൻ്റെ വീഡിയോ ഇപ്പോഴും ലൈക്ക് ചെയ്യാണ്ടോ സബ്സ്ക്രൈബ് ചെയ്യാണ്ടോ ആണ് കാണുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കുറച്ച് ദിവസം മുമ്പ് ഞാൻ റോസിൻ്റെ എക്സ്ട്രാക്റ്റ് എടുക്കുന്ന വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. റോസിൻ്റെ എക്സ്ട്രാക്റ്റ് എടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് അറിയാത്തവരുണ്ടെങ്കിൽ ഞാൻ ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. എൻ്റെ കയ്യിലൊരു 120 ml അടുത്ത് എക്സ്ട്രാക്റ്റ് ഇരിക്കുന്നുണ്ടായിരുന്നു. ഒരു 60 ml ആണ് അതിൽ നിന്ന് ഞാൻ എടുത്തിട്ടുള്ളത്. എക്സ്ട്രാക്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത് മാത്രം ഉപയോഗിച്ചിട്ടാണ് ജെല്ല് ചെയ്യുന്നത്, അല്ലാതെ അതിലേക്ക് വേറെ DM വാട്ടർ പിന്നെ ചേർത്ത് കൊടുക്കണില്ല കേട്ടോ. ഇനി ഈ എക്സ്ട്രാക്റ്റിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് സാന്തങ്കം എടുക്കണം. സാന്തങ്കം ഒരു തിക്കനിങ് ഏജൻ്റ് ആണ്. ഈ എക്സ്ട്രാക്റ്റിലേക്ക് സാന്തങ്കം മിക്സ് ചെയ്യുമ്പോഴാണ് നമുക്കത് ജെല്ലിൻ്റെ രൂപത്തിൽ കിട്ടുന്നത്. അപ്പോൾ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള സാന്തങ്കമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പലതരത്തിലുള്ള സാന്തങ്കങ്ങളുണ്ട്, അപ്പോൾ അതിൽ ട്രാൻസ്പെറൻറ്റ് സാന്തങ്കമാണ് കേട്ടോ ഞാൻ ചെയ്തിട്ടുള്ളത്. ഒരിക്കലും നേരിട്ട് എക്സ്ട്രാക്റ്റിലേക്ക് സാന്തങ്കം ചേർത്ത് കൊടുക്കാൻ പാടില്ല. അപ്പോൾ അത് അവിടെ ഇവിടെയും കട്ട പിടിച്ച് നിൽക്കുകയുള്ളൂ. അതായത് മെൽറ്റായി കിട്ടാനായിട്ട് നല്ല ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അത് വെജ് ഗ്ലിസറിനിലാണ് മിക്സ് ചെയ്യേണ്ടത്. വെജ് ഗ്ലിസറിൻ ഒഴിച്ചിട്ട് അതിലേക്കാണ് ഈ സാന്തങ്കം പൗഡർ ചാലിച്ചെടുക്കേണ്ടത്. ടോട്ടൽ 6 ml ആണ് വെജ് ഗ്ലിസറിൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ആ വെജ് ഗ്ലിസറിനിലേക്ക് 4 ഗ്രാം സാന്തങ്കം പൗഡറും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. മൊത്തം 100 ഗ്രാം അളവിലാണ് നമ്മൾ ജെല്ല് ചെയ്യുന്നത്. അതിനായിട്ട് 60 ml എക്സ്ട്രാക്റ്റ് മാത്രമാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളൂ. ഈ മിക്സ് ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ മിക്സ് ഈ 60 ml എക്സ്ട്രാക്റ്റിലേക്ക് ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷമാണ് ബാക്കിയുള്ള എക്സ്ട്രാക്റ്റ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. 100 ml എക്സ്ട്രാക്റ്റും ഒരുമിച്ച് എടുത്തിട്ട് ഈ സാന്തകം മിക്സ് ചെയ്യുമ്പോൾ അത് അവിടെ ഇവിടെ കട്ട പിടിച്ചിട്ടിരിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ 60 ml മിക്സ് ചെയ്ത് നല്ലോണം യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ബാക്കിയുള്ളത് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ അത് സ്കിപ്പ് ചെയ്യാണ്ട് കാണാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കളയുന്ന സമയത്താവും ചിലപ്പോൾ ഞാൻ അതിലേക്ക് വേണ്ട മെയിൻ കാര്യം പറയുന്നുണ്ടാവുക. അപ്പോൾ അത് നിങ്ങൾക്ക് കാണാനായിട്ടോ കേൾക്കാനായിട്ടോ പറ്റില്ല. അങ്ങനെ വരുമ്പോൾ പിന്നെ വീണ്ടും ആദ്യം തൊട്ട് കാണേണ്ടി വരും, സംശയങ്ങളുണ്ടാവും. അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാതിരിക്കാനായിട്ട് എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കണ്ടോളൂ. ഇപ്പോൾ ഞാൻ എക്സ്ട്രാക്റ്റിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഫിനോക്സിയത്തനോളാണ്. കോസ്മെറ്റിക്സിലേക്ക് ഉപയോഗിക്കുന്ന പ്രിസർവേറ്റീവാണ് ഈ ഫിനോക്സിയത്തനോൾ എന്ന് പറയുന്നത്. 100 ഗ്രാം റോസിൻ്റെ ജെല്ല് ഉണ്ടാക്കാനായിട്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് 0.5 ml ഫിനോക്സിയത്തനോളാണ് കേട്ടോ. പിന്നെ ഫിനോക്സിയത്തനോൾ ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ളത് റോസിൻ്റെ എക്സ്ട്രാക്റ്റ് ആണ്. ഇനിയിപ്പോൾ ജ്യൂസ് ഉപയോഗിച്ചിട്ട് ജെല്ലുണ്ടാക്കുന്നവരുണ്ട്. ഇപ്പോൾ ശംഖുപുഷ്പത്തിൻ്റെ ആണെങ്കിൽ ജ്യൂസ് എടുത്തിട്ട് അതിൽ സാന്തങ്കം മിക്സ് ചെയ്തിട്ട് ജെല്ലുണ്ടാക്കുന്നവരുണ്ട്. അപ്പോൾ ഏത് ജ്യൂസാണെന്ന് വെച്ചാലും സാന്തങ്കം ചേർത്ത് കൊടുക്കുന്നതിന് മുമ്പ് വേണം ആ ജ്യൂസിലേക്ക് ഈ ഫിനോക്സിയത്തനോൾ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. അങ്ങനെ പറഞ്ഞതിൻ്റെ കാരണം എന്താ വെച്ചാൽ, ഈ സാന്തങ്കം ചേർത്ത് കൊടുത്തതിന് ഈ ജ്യൂസിലേക്കോ അല്ലെങ്കിൽ ഈ എക്സ്ട്രാക്റ്റിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷമാണ് ഫിനോക്സിയത്തനോൾ ചേർത്ത് കൊടുക്കുന്നത് എന്ന് വെച്ചാൽ അത് അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് പിടിക്കുകയുള്ളൂ, എല്ലായിടത്തേക്കും ഒരേപോലെ എത്തില്ല. അപ്പോൾ നമ്മുടെ ജെല്ല് പെട്ടെന്ന് തന്നെ കേടുവരാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ ജ്യൂസിലായാലും എക്സ്ട്രാക്റ്റിലായാലും ഫിനോക്സിയത്തനോൾ ചേർത്ത് മിക്സ് ചെയ്യുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലായിടത്തേക്കും ഒരേപോലെ തന്നെ പ്രിസർവേറ്റീവ് എത്തിക്കോളും. ഇപ്പോൾ 60 ml എക്സ്ട്രാക്റ്റിലേക്ക് 0.5 ml ഫിനോക്സിയത്തനോൾ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തു. അതിനുശേഷം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന സാന്തങ്കും ഗ്ലിസറിനും കൂടിയിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് നല്ലപോലെ ഇളക്കുകയാണ്. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. വേഗം തന്നെ ഇത് തിക്കായിട്ട് കിട്ടും. 6 ml വെജ് ഗ്ലിസറിനും 4 ഗ്രാം സാന്തങ്കും കൂടിയിട്ട് 10 ഗ്രാം നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടോട്ടൽ എക്സ്ട്രാക്റ്റും വെജ് ഗ്ലിസറിനും സാന്തങ്കും കൂടിയിട്ട് 70 ഗ്രാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അത് നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്, പക്ഷേ അത് ഇളക്കാൻ പറ്റാണ്ടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ളത് കൂടി ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ കാണുമ്പോൾ ഒരു അലോവേര ജെല്ലിൻ്റെ പോലെയാണ് ഇരിക്കുന്നത്. നമുക്കറിയില്ലല്ലോ ഇതിപ്പോൾ റോസാണോ അലോവേര ആണോ എന്നുള്ളതൊന്നും ആർക്കും അറിയില്ല. അപ്പോൾ അലോവേര ജെല്ലിന് എന്തായാലും ഈ ഒരു ട്രാൻസ്പെറൻറ്റ് കളർ വൈറ്റ് കളറാണ് ഉണ്ടാവുക. പക്ഷേ നമുക്ക് റോസ് ആയതുകൊണ്ട് തന്നെ നമുക്കതിലൊരു ചെറിയൊരു പിങ്ക് കളർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു പിങ്ക് കളറിൽ കാണുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. കൂടുതലൊന്നും വേണ്ട, ഒരേ ഒരു ഡ്രോപ്പാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കോസ്മെറ്റിക്സിൽ ചേർത്ത് കൊടുക്കുന്ന കളറാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അത് നല്ല പോലെ ഫുഡ് കളറൊന്നും ചേർക്കാൻ പാടില്ല. അപ്പോൾ നല്ല പോലെ എല്ലായിടത്തേക്കും എത്തുന്നത് പോലെ മിക്സ് ചെയ്തെടുക്കുക.
ഇനി ബാക്കിയുള്ള 30 ml എക്സ്ട്രാക്റ്റും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ആ സാന്തങ്കും ഗ്ലിസറിനും കൂടിയിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ബൗളിൽ തന്നെയാണ് ഞാൻ ആ എക്സ്ട്രാക്റ്റ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ആ ബൗളിലുണ്ടായിരുന്ന ആ പറ്റി പിടിച്ചിരിക്കുന്ന ആ ഗ്ലിസറിനും സാന്തങ്കും വേസ്റ്റായി പോവില്ല. അപ്പോൾ അത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒരുമിച്ച് കൂട്ടി യോജിപ്പിക്കാം. ഞാൻ ചെറിയ ഗ്ലാസ് ജാറാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇതെല്ലാം കൂടിയിട്ട് ചേർത്തപ്പോൾ അതെനിക്ക് മിക്സ് ചെയ്യാനായിട്ടൊരു ബുദ്ധിമുട്ട് വന്നു. അപ്പോൾ ഞാനത് ഒരു വലിയ ഗ്ലാസ് ജാറിലേക്ക് മാറ്റുന്നുണ്ട്. മിക്സിംഗ് ആണ് ഇതിൽ മെയിൻ ഒരു കാര്യം എന്ന് പറയുന്നത്. നല്ലപോലെ മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ അതിന് പറ്റാണ്ടായപ്പോഴാണ് ഞാൻ ഇത്തിരി വലിപ്പമുള്ളൊരു പാത്രത്തിലേക്ക് ഗ്ലാസ് ജാറിലേക്ക് മാറ്റിയിട്ടുള്ളത്. ഷോപ്പുകളിൽ നിന്നൊക്കെ നമ്മൾ ജെല്ലി മേടിക്കുമ്പോൾ അതിലൊരു ചെറിയ സ്മെല്ല് ഉണ്ടായിരിക്കും. അപ്പോൾ അത് ഓപ്ഷണലാണ്, അത് ചേർത്ത് കൊടുക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല കേട്ടോ. എൻ്റെ കയ്യിൽ റോസിൻ്റെ സ്മെല്ല് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അതിൽ ലാവൻഡറിൻ്റെ 2 ഡ്രോപ്പാണ് സ്മെല്ല് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒരു നേരിയ സ്മെല്ലാണ് വേണ്ടോ. ഇപ്പോഴും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും. ഒരു വീഡിയോ ചെയ്യുമ്പോൾ അതിൽ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഞാൻ ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് എന്നും നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്കൊരു ഉപകാരമാവില്ലേ. അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ. ഇപ്പോൾ റോസിൻ്റെ എക്സ്ട്രാക്റ്റും സാന്തങ്ങും വെച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ജെല്ല് ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കത് റെസ്റ്റ് ചെയ്യാനായിട്ട് ഒരു 3 മണിക്കൂറോളം വെക്കണം. റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോൾ വെറുതെ ഓപ്പണായിട്ട് വെക്കാതെ ഇതേപോലെ ഒരു ക്ലിയർ ഫോയിൽ വെച്ചിട്ടൊന്ന് പൊതിഞ്ഞിട്ട് വെക്കുക. 3 മണിക്കൂർ കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ അത് നല്ലപോലെ സെറ്റായിട്ടുണ്ടാവും. ഇനി അത് ഓപ്പൺ ചെയ്തിട്ട് നോക്കി നോക്കാം. നല്ല ഭംഗിയിൽ തന്നെ നല്ല ക്ലാരിറ്റിയോട് കൂടിയിട്ട് തന്നെയാണ് നമുക്ക് ജെല്ല് കിട്ടിയിട്ടുള്ളത്. കടകളിൽ നിന്ന് മേടിക്കുന്നത് പോലെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഈ ജെല്ല് നിങ്ങൾക്കും ആവശ്യമുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മുകളിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കുക. നിങ്ങൾക്ക് സോപ്പൊക്കെ ഉണ്ടാക്കാനായിട്ട് റോസിൻ്റെ എക്സ്ട്രാക്റ്റോ ജ്യൂസോ ഒന്നും കിട്ടാനില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ജെല്ല് ഉപയോഗിക്കാം. റോസിൻ്റെ 100 ഗ്രാമിൻ്റെ ഒരു സോപ്പ് ഉണ്ടാക്കാനായിട്ട് ഈ ജെല്ലിൽ നിന്നും 5 ഗ്രാം ജെല്ല് എടുത്തിട്ട് നമുക്ക് സോപ്പ് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. റോസ് അരയ്ക്കാനോ അതിൻ്റെ ജ്യൂസ് എടുക്കാനോ എക്സ്ട്രാക്റ്റ് എടുക്കാനോ ഒന്നും നിൽക്കണ്ട, ഈ ജെല്ല് ചേർത്ത് കൊടുക്കുക വേണ്ടൂ. അതേപോലെ തന്നെ ഷാമ്പു ഉണ്ടാക്കായാലും ഫേസ് വാഷ് ഉണ്ടാക്കായാലും നിങ്ങൾ എന്തൊക്കെ ഉണ്ടാക്കണോ അതിലൊക്കെ നമുക്ക് ഈ ജെല്ല് ചേർത്ത് കൊടുക്കാൻ പറ്റും. റോസിൻ്റെ ഈ ജെല്ല് ആവശ്യമുള്ളവർ വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കുക. അപ്പം ഞാൻ നിങ്ങൾക്ക് അത് DTDC വഴിയായാലും പോസ്റ്റ് വഴിയായാലും അയച്ചു തരുന്നതാണ്. ഇനി ജെല്ല് ഒരു ബോട്ടിലിലേക്ക് മാറ്റാം. ഇതേപോലെയുള്ള ഒരു 100 ഗ്രാമിൻ്റെ ബോട്ടിലിലേക്കാണ് ഞാനിത് മാറ്റുന്നത്. ഫിനോക്സിയത്തിനോട് ചേർത്ത് കൊടുത്തത് കൊണ്ട് തന്നെ നമുക്കത് കുറേ നാൾ കേടുകൂടാണ്ട് സൂക്ഷിക്കാനായിട്ട് സാധിക്കും. എന്നാലും നിങ്ങൾ ഇത് ഫ്രിഡ്ജിൽ വെക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കുന്ന സമയത്ത് ഒരു കൂളായിട്ട് നമുക്കത് സ്കിന്നിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. റോസിൻ്റെ ജെല്ലുണ്ടാക്കുന്ന വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ളവർക്കും ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ അയച്ചു കൊടുക്കുക. നിങ്ങൾക്കും ഉപകാരപ്പെടുന്ന പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരെ ബായ്.